ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മേക്ക് ഓവറാണേ. ഇത് എൻ്റെ ഒരു വീടിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ്. ഇപ്പോൾ ഇവിടെ ഒരു പൂജാമുറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് ഒരു ഹാളുമായിട്ട് ഇത് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മേക്ക് ഓവർ ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ സകലമാന സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്, അതൊക്കെ ഫസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്, വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. വൈറ്റ് ആകുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവുമല്ലോ, നല്ലൊരു വെളിച്ചം ഒക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു പെയിൻറ്റ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ട പെയിൻ്റ് എടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ബ്രഷും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ഒന്ന് ട്രയലൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് സക്സസ് ആയി, അങ്ങനെ ഒലിച്ചൊന്നും പോകുന്നില്ല. അപ്പം കറക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തൊക്കെ ഉള്ളത്. അപ്പം ഈ ഒരു പെയിൻറ്റ് നമ്മൾ ആദ്യം സിമൻ്റ് ഉള്ള ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ അടിച്ചു കഴിഞ്ഞു. എന്താ ഇപ്പോൾ ഇവിടെ ഈ സിമൻ്റ് ഉള്ള ഭാഗത്തും അഥവാ ഈ പെയിൻ്റ് അടിച്ച ഭാഗത്തും നല്ല ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പം ഈ പെയിൻറ്റ് എല്ലാ ഭാഗത്തും നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതടിച്ചിട്ട് ഉണങ്ങിയ ശേഷം ഒരു സെക്കൻഡ് കോട്ട് കൂടി എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് കോട്ട് പെയിൻറ്റ് കൂടി അടിച്ച സമയത്ത് നല്ലൊരു ചേഞ്ച് വന്നു. അവിടെ ഒരു കളർ ഡിഫറൻസ് ഒക്കെ മാറി ഒരുപോലെയായി. ഇനി ഇതിൻ്റെ ഫ്ലോറിലാണ് പെയിൻ്റ് അടിക്കുന്നത്. നമ്മളിവിടെ ഓടാണ് വെച്ചിട്ടുള്ളത് ഫ്ലോറിൽ, അതുകൊണ്ട് തന്നെ പെയിൻ്റ് അടിക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നന്നായിട്ട് ഒരു 2-3 കോട്ടൊക്കെ അടിച്ചിട്ട് ഒരു വൈറ്റ് കളറാടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ചുമരിൽ ഒരു ചെറിയൊരു ചിത്രം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഒരു 2 അക്രിലിക് പെയിൻറ്റ്, അത് ഒരു ഗ്രീനും അതുപോലെ ഒരു റെഡും, ഈ 2 കളർ മാത്രം യൂസ് ചെയ്ത് നമുക്കൊരു ചെറിയൊരു സ്റ്റിക്കർ വർക്ക് പോലെ ചേർത്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറേ പൊട്ടുകൾ, ചെറിയ ചെറിയ ചുവന്ന പൊട്ടുകൾ ഇങ്ങനെ കുത്തി വെച്ചു. അതിന് ശേഷം നമ്മൾ ചെറിയ 2 ലീഫ് പോലെ വരച്ച് നമുക്കൊരു ബട്ടർഫ്ലൈ സ്റ്റിക്കറിൻ്റെ പോലത്തെ ഒക്കെ തോന്നുന്നത് മാതിരി ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും.
പിന്നീട് നമ്മുടെ നിലത്ത് കൂടുന്ന വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൈഡിലും ഒക്കെ അടിച്ച പോലെ തന്നെ നിലത്തും നന്നായിട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ആയപ്പം ലാസ്റ്റ് ഏകദേശം ഈ ഒരു കോലത്തിലേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഫുള്ള് വൈറ്റ് അടിച്ചിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു സൈഡിലുള്ള സ്റ്റിക്കർ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗത്തുകൂടി കുറച്ച് വേഗമായിട്ട് ഈ ഒരു ചെറിയ ചെറിയ ബട്ടർഫ്ലൈസ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വരച്ചപ്പോൾ ഈ ഒരു കോലത്തിലേക്കായിട്ടുണ്ട്. എത്രത്തോളം ഭംഗിയുണ്ടോയെന്നറിയില്ല. ഇനി ചെറിയൊരു കാര്യം കൂടി ബാക്കിയുണ്ട്. അത്രേ നിലത്തേക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഗ്രാസിൻ്റെ പോലത്തെ ഒരു ചവിട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും അളവെടുത്ത് മുറിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചിട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊക്കെ അളവൊക്കെ എടുത്ത് വന്ന് മുറിക്കുകയാണ്. ഇവിടെ അളവൊക്കെ മുറിച്ച് കറക്റ്റാക്കിയിട്ട് അതുകൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മുടെ ഈ ഒരു മേക്ക് ഓവർ ഏകദേശം ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരിക.